ഒരു രോഗിയെ കാണാൻ പോയാൽ നമുക്കുള്ള ഗുണം എന്താണെന്നറിയോ? അവനെ കൊണ്ട് നമുക്ക് ദുആ അർപ്പിക്കാം. അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഒരു തടസ്സവുമില്ലാതെ. കാരണം പരീക്ഷിക്കപ്പെട്ടവനാണ്, മുബ്തലയാണ്. ഇത് രണ്ടാമത്തെ കാര്യം. ഒന്ന് സുന്നത്ത് നോമ്പ്, രണ്ടാമത്തേത് രോഗസന്ദർശനം. ഇനി മൂന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരാണ് ഈ പള്ളിയിലേക്ക് സുബഹിക്ക് വന്നപ്പോൾ അഗതിക്ക് ഭക്ഷണം കൊടുത്തു വന്നവരാരാ? അഗതിക്ക് ഭക്ഷണം കൊടുത്തു വന്നവരാരാ? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ പറഞ്ഞ സുബഹിയല്ലേ ആയുള്ളൂ. നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ആർക്കെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്ക. പക്ഷെ അവിടെ സാഹിബ് റസൂലില്ല. ഫിൽ ഗാരി വസ്ഫി സഫരി വഫിൽ ഹദരി, എല്ലാ നിലയിലും റസൂലുള്ളാഹിന്റെ നിഴലായ അല്ലാഹുവിന്റെ ഖുർആൻ സാഹിബെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ആ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നു, നബിയേ, പള്ളി മുറ്റത്തൊരു സായിലുണ്ടായിരുന്നു, ചോദിക്കുന്നവന്. അവന് ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിലിരുന്ന റൊട്ടി വാങ്ങി കൊടുത്തിട്ടാ ഇങ്ങോട്ട് കയറിയത്. സുബ്ഹാനല്ലാഹ്. ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കെന്തെന്നറിയോ? ഫതസ്തുൽ അഅമാല കുല്ലഹാ, ഞാൻ ലോകത്തുള്ള മുഴുവൻ ആരാധനകളെയും തലമാരിഴ കീറി പരിശോധന നടത്തി, തഫ്തീഷ് നടത്തി. ഞാൻ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചു. അങ്ങനെ ഞാൻ കണ്ടെത്തിയത് ഫമാ വജത്തു ഫീഹാ അഫ്ളല മിൻ ഇത്ആമി തആം, അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കലാണ്. നിങ്ങൾക്ക് സങ്കടം എന്തെങ്കിലുമുണ്ടോ? എന്തെങ്കിലും ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും നടക്കണമെന്ന കാര്യത്തെ സാധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടോ? 5 പേർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നിയത്താക്ക്. 5 പേർക്ക് 100 രൂപയാകുള്ളൂ ഒരാൾക്കൊരു ഫുഡ്, ഒരു ഉച്ചനേരത്തെ ഭക്ഷണം. 5 പേർക്ക് 500 രൂപ. 5 ലക്ഷത്തിന്റെ രോഗം അല്ലാഹു മാറ്റിത്തരും. ഭക്ഷണം കൊടുക്കുന്നതിന്റെ പുണ്യമറാണ്. ഗൗസുൽ ആലമിന്റെ വാക്കാണ്. ഞാൻ മുഴുവൻ ഇബാദത്തുകളെ ഞാൻ തലനാരിഴ കീറി മുറിച്ച് പരിശോധന നടത്തിയെന്ന് പറയുമ്പോ ഇതേ മഹാൻ തന്നെയാണ് ഒറ്റ ഒളു കൊണ്ട് 40 കൊല്ലത്തോളം തഹജ്ജുദ് നിസ്കരിച്ചത്. ഒരൊറ്റ ഒളു കൊണ്ട് സുബഹി നിസ്കരിച്ചത്. ഒരൊറ്റ കാലിൽ നിന്നുകൊണ്ട് ഖത്തം തീർത്തത്. മുഴുവൻ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും പിടലി തന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വിധേയത്വം പ്രകടിപ്പിച്ചത് മഹാനായ ഗൗസുൽ ആലം. ആ ഗൗസുൽ ആലം പറയുന്നു, ഞാൻ പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ഞാൻ കണ്ടത് ഇത്ആമു തുആമ. അതിനോളം കിടപിടിക്കാൻ ലോകത്തൊന്നുമില്ല. ആ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ പുണ്യമുണ്ടല്ലോ. ഇന്നലെ ഏത്തപ്പഴം കൊടുത്താൽ 9 സെൽഫി ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ? ഒരുത്തന് നേരത്തെ ഭക്ഷണം കൊടുത്താൽ പിന്നെ 150 ഫോട്ടോയാണ്. നിങ്ങൾക്കറിയോ, മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമത്ത് സഹ്റ, അവിടുത്തെ പൊന്നുമക്കളാണല്ലോ ഹസൻ ഹുസൈന്. ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന്റെ പേര് അലി എന്നാണ്. ആപ്പാടെ പേര് മോനിട്ട് കൊടുക്കുന്ന പാരമ്പര്യം അറബികൾക്ക്. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചല്ലോ ഉമ്മൻചാണ്ടിയുടെ അടുത്ത്, മോന് ചാണ്ടി ഉമ്മൻ എന്നിട്ട് എന്തുകൊണ്ടാ തല തിരിഞ്ഞു പോയല്ലോ? ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയുടെ അച്ഛന്റെ പേര് ചാണ്ടി ഉമ്മൻ എന്നാണ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പൊ ഇനി ഈ ചാണ്ടി ഉമ്മന് MLA ചാണ്ടി ഉമ്മന് മോനുണ്ടായാൽ ആ മോന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരിക്കും. അതങ്ങനെയാണ്. ഈ അറബികളുടെ ഒരു ശൈലിയാണ് ഉപ്പാപ്പാടെ പേര് മോനിട്ട് കൊടുക്കുക. മകന് വാപ്പയുടെ പേര്, ഇപ്പൊ എന്റെ മകന് ഞാൻ ഇടുന്ന പേര് എന്റെ വാപ്പയുടെ പേരായിരിക്കും. ആ ഒരു തലമുറ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഓർമ്മയിൽ എവിടെ കുഴിച്ചിട്ട് അതോടി തീർന്ന് നമുക്ക് പലരും. പിന്നെ ആ പേര് പോലും നമ്മൾ ഇടൂല. ആ പേര് തന്നെ നമുക്ക് പേടിയാ അല്ലേ? ആ കാലത്ത് നമ്മളുള്ളത്. ഇവിടെ നോക്ക്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോന്റെ പേരെന്താണെന്നറിയോ? അലി. അലി ബിൻ ഹുസൈൻ. ആരായി അലി ബിൻ ഹുസൈൻ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ. ഈ അലി എവിടെ നിന്ന് കിട്ടിയതാ? അത് ഹുസൈൻ നിങ്ങളുടെ വാപ്പാടെ പേര്.
ഹുസൈൻ ബിൻ അലി ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പൗത്രന്റെ യഥാർത്ഥ പേര് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് സൈനുൽ ആബിദീൻ തങ്ങൾ മക്കയിലെങ്ങാനും വന്നാലും മത്താഫിലെങ്ങാനും വന്നാ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പായൽ മാറുന്നത് പോലെ അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും മാറിക്കൊടുക്കുമായിരുന്നു. തങ്ങളെ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാ, ഹജറുൽ അസ്വദ് മുത്തണോ, കഅബാലയത്തിന്റെ കില്ല പിടിക്കണോ, മുൽതസമിൽ പിടിക്കണോ, ഹിജർ ഇസ്മായിൽ കയറണോ, റുക്നുൽ യമാനിയിൽ, റുക്നുൽ ഷാമിയിൽ, റുക്നുൽ ഇറാഖിൽ, റുക്നുൽ ഹജറിൽ, നിങ്ങൾക്ക് എവിടെയാണ് മീസാബിൽ നിൽക്കണോ, ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ജനങ്ങൾ ആ വെള്ളത്തിന്റെ മുകളിൽ പായൽ മാറും പോലെ മാറുമായിരുന്നല്ലോ. അത്രയും ആദരിക്കപ്പെട്ട വ്യക്തിയാണ് സൈനുൽ ആബിദീൻ തങ്ങൾ. ഈ സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു നാട്ടിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ വീട്ടുമുറ്റത്ത് രാത്രി ആരോ ഭക്ഷണം കൊണ്ടുവെക്കും. നേരം വെളുക്കുമ്പോ ഭക്ഷണം ഇരിക്കും, ആർത്തിയോടവർ കഴിക്കും. ആരാണേ കൊണ്ടുവെക്കുന്നതെന്നറിയില്ല, ആരാണിത് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി വർഷങ്ങളായി അത് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആരാണിത് കൊണ്ടുവെക്കുന്നതെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ല. അന്ന് CCTV ക്യാമറയുമില്ല, അതുപോലെ തന്നെ ഒളിച്ചിരുന്ന് നോക്കാനെന്ന് സദാചാര ഗുണ്ടകളുമില്ല. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന് വിശപ്പ് മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ ആരോ രാത്രി വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവെക്കുകയാണ്. ഇതാരെന്നറിയില്ലല്ലോ സഹോദരങ്ങളെ. അങ്ങനെ ഒരു ദിവസം അതാ ഒരു വാർത്ത എറിയുന്ന സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെടുകയാ. ആ കാലഘട്ടത്തില് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പരലോകം പുൽകുന്നു എന്ന വാർത്ത എറിഞ്ഞപ്പോൾ എല്ലാവരും സങ്കടത്തിലായി. കാരണം എന്തെന്നറിയോ? പൊന്നാര ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ പൊന്നുമോനെ ഹുസൈനിന്റെ പൊന്നുമോനല്ലേ സൈനുൽ ആബിദീൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൗത്രനല്ലേ. അത് സഹിക്കാൻ കഴിയാതെ പലരും മിങ്ങിപ്പൊട്ടി. ആകാശത്തിന്റെ കോളുകൾ മാറുന്നു, കാർമേഘം ഇരുണ്ട് മൂടുന്നു. പ്രിയപ്പെട്ടവരെ, ചുമന്ന മഴ പോലും പെയ്തിറങ്ങിയെന്നല്ലേ. ആ സമയത്ത് സൈനുൽ ആബിദീൻ തങ്ങളുടെ ഖബറടക്കം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല, പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, പടച്ചവരെ, ഇന്നലെ വരെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ? ഇന്നാണെങ്കിലോ എത്ര പത്രത്തിൽ അടിച്ചു വരും, എത്ര യൂട്യൂബ് ചാനലിൽ കറങ്ങി നടക്കും, എത്ര ഫോട്ടോസാണ് തുറക്കാൻ പറ്റാതെ ഡാറ്റ ഓണാക്കാതെ നമ്മുടെ മൊബൈലിൽ വന്ന് കയറുന്നത്. സഹോദരങ്ങളെ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു മരിച്ചതിന് ശേഷമാണ് അറിയുന്നത്. പിന്നീട് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അറിഞ്ഞു ഈ മഹാനാണ് കൊണ്ടുവച്ചതെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരോ മരണശേഷം പിന്നെ ചെയ്യാതിരുന്നു എന്നർത്ഥം വെച്ചൂടെ? അങ്ങനെ ചിന്തിക്കാമല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ. സൈനുൽ ആബിദീൻ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചവര് പറഞ്ഞതെന്തെന്നറിയോ? സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 തോളത്ത് കറുത്ത പാടുകളാ. ഈ 2 ഭാഗത്ത്, തോളിന്റെ ഭാഗത്ത് 2 കായ്പുകളായിരുന്നു. എന്തേ? വനത്തിൽ ചെന്ന് തടി വെട്ടിയിട്ട് വന്താണി എടുത്തതല്ല, ചാലക്കമ്പോളത്തിൽ ചെന്നിട്ട് ചുമടെടുത്തതുപോലെ ചുമടെടുത്ത് പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചതാ. ഒരു ദിവസമല്ലല്ലോ, കൊല്ലങ്ങളോളം പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ഈ തോളിന്റെ 2 ഭാഗത്തിന് 2 കറുത്ത കായ്പ് വന്നുപോയി, 2 അടയാളം വീണുപോയി. സഹോദരങ്ങളെ, ഇത് മയ്യത്ത് കുളിപ്പിച്ചവരാണ് കാണുന്നത്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചവരങ്ങനെയാണ്. നിർഭയരായ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചവരാണവര്. അതുകൊണ്ട് ജനങ്ങൾ എന്ത് പറയുന്നു, ജനങ്ങൾ ഏത് രീതിയിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നു പ്രശ്നമല്ല. നമ്മൾ കൊടുക്കുന്നത് ആരും അറിയണ്ട സഹോദര. നമ്മുടെ മരണം വരെ നമ്മൾ അറിയണ്ട, നമുക്ക് കിബറ് കൂടും. നമ്മൾ കൊടുക്കുന്നത് നമുക്കറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? നമ്മൾ വലിയ ധർമ്മിട്ടനാണെന്ന് അറിഞ്ഞത് കൊണ്ട് നമുക്കെന്ത് നേട്ടമാണ്? ആരെങ്കിലും സ്റ്റേജിൽ കയറ്റി ഇരുത്തിട്ടൊരു മെമന്റോ തരും, ഇതല്ലേ തരുന്നത്? അത് വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആരും അറിയാതിരിക്കട്ടെ. എപ്പോഴറിയണം? നമ്മുടെ മരണസമയത്ത് സൈനുൽ ആബിദീൻ തങ്ങളുടെ കഥ പോലെ നമ്മൾ മരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ അടുക്കൽ വന്നിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ദ്വാരക്കണം, പടച്ചവനെ, ഇത്രയും നാൾ എൻ്റെ ഭക്ഷണം, എൻ്റെ അന്നം തന്നുകൊണ്ടിരുന്നത്, എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളിലും പങ്കാളിയായിരുന്നത് ഈ മനുഷ്യനാണ് എന്ന്
ആ സമയത്ത് നമ്മളെ ജനങ്ങൾ പുകഴ്ത്തുന്നത് കൊണ്ട് നമുക്ക് കിബർ കൂടൂലല്ലോ. അതുകൊണ്ടാണ് മുഖസ്തുതി പറയുന്നവന്റെ വായിലും മണ്ണ് വാരിയിടണമെന്നും മരിച്ചവനെ പറ്റി എന്താണ് പിന്നെ നിങ്ങൾ ഉദ്കുറു മഹാസിന മൗതാക്കും, ജീവിച്ചിരിക്കുന്നവനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ എന്താണ് വായിൽ മണ്ണ് വാരിയിടണം. പിന്നെയോ മരിച്ചവനെ പറ്റി നല്ലത് പറയുകയും വേണം. കാരണം വ്യത്യാസം എന്താണെന്നറിയോ? ഒരാളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കിയാൽ, ഇപ്പൊ അമീൻ ഉസ്താദ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് കൂടുതൽ ഉസ്താദെ അപ്പൊ ഞാൻ ഈ അർത്ഥത്തിലായി ഉസ്താദ് എന്ന് വിളിക്കുന്നത് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഉസ്താദെ എന്നാലേ നമ്മളിങ്ങനെ തട്ടിപ്പൊക്കി അറസ്റ്റിൽ കയറ്റുമ്പോൾ നമുക്ക് അറിയാതെ കിബർ വന്നു. നമുക്കെന്ന് പറഞ്ഞാൽ പൊതുവേ, ഞാൻ എല്ലാവരുടെ കാര്യവും പറയുന്നത്. ഇനി ഞാൻ മരിച്ചപ്പോൾ അമീൻ മൗലൈ വന്നിട്ട് പറയാൻ, സ്നേഹമുള്ള ആളായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു, ഞാൻ എവിടെ പൊങ്ങാൻ എൻ്റെ കാലും കൈയും കെട്ടി അവിടെ ഇട്ടിക്കല്ലേ. അപ്പൊ കിബിർ വരില്ല. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം നന്മ പറയണമെന്ന് പറയുന്നത്. ഈ കിടക്കുന്നവന് കിബിർ വരൂല. ഇനി എന്ത് കിബിർ വരാനാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീൽ എന്ന പേര് വരാൻ കാരണം എന്താ പറഞ്ഞതെന്നറിയോ? കിതാബുകളിൽ കാണാൻ കഴിയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന ഖലീൽ പേര് വരാൻ കാരണം പറയപ്പെടുന്നത് അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇബ്രാഹിം അലൈഹിസ്സലാം. അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താ ഇബ്രാഹിം നബിയുടെ ദുആ? വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, അവസാനം ആൾ വരെയും എന്നെപ്പറ്റി ആളുകൾ നല്ലത് പറയണം. ജീവിച്ചിരിക്കുമ്പോഴല്ല എന്നെപ്പറ്റി ആളുകൾ നല്ലത് പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മരിച്ചതിന് ശേഷം ഒരിക്കലും, ഇപ്പൊ എത്ര തവണയാണ് ഇന്നലെ ഇന്നുമായിട്ട് ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ കാര്യം പറഞ്ഞത്. എന്റെ എത്ര ഹസനുമാർ ഇവിടെ മരിച്ചുപോയി. കല്ലൂരിൽ, ഈ മഞ്ഞമലയിൽ, ഈ വേങ്ങോട്, ഈ പോത്തങ്കോട്, ഈ പറയുന്ന വാവറമ്പലം, ഈ പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ ഹസനുമാര് മരിച്ചുപോയി. ആരുടെ പേരിവിടെ പറഞ്ഞില്ലല്ലോ. എന്തേ അത് പറയാൻ കാരണം? നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്തത് മാത്രമല്ല കൊണ്ടുപോകേണ്ടത്. ആ ഒരു ധാരണ തെറ്റാണ്. ഞാനും എൻ്റെ പെണ്ടാട്ടിൻ്റെ തട്ടാനും ആ ഒരു തത്വം തെറ്റാ. അത് ഇന്നാ നഹ്നു നുഹിയിൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു, അത് ഇതിൽ മാത്രമേ പെടുള്ളൂ. ഞാനും എൻ്റെ പെണ്ടാട്ടിയും തട്ടാനും ഇന്നാ നഹ്നു നുഹിയിൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു, നമ്മൾ ചെയ്തത് മാത്രം പോരാ. ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി എഴുതപ്പെടേണ്ടത് നമ്മൾ ചെയ്തത് മാത്രമല്ല, മറിച്ച് വആസാറഹും, അതും കൂടെ വേണം. നമ്മൾ കാരണം ഒരു സമൂഹം ഖൈറിന്റെ പിന്നണികളായി നമ്മുടെ കാലടി പിന്തുടർന്ന് നന്മകളിൽ മുന്നേറുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം. അതിന് നമ്മൾ ദുആരക്കണം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ തുടങ്ങി വെച്ചു കൊടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമാണല്ലോ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർഭയത്വത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാ. ഏത് ഇബ്നു അംറാൻ? നമ്മളെ വിഷയം തുടങ്ങുന്ന ഇബ്നു അംറിൽ നിന്നാണ്. രാത്രി മൊത്തം നോമ്പും നിസ്കരിച്ച് പകല് മൊത്തം നോമ്പും പിടിക്കുന്ന ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാ തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, ഭക്ഷണം കൊടുക്കണേ, വസിലുൽ അർഹാ, കുടുംബ ബന്ധം ചേർക്കണേ, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണേ, എന്നാ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതരായി സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും. അപ്പൊ സ്വർഗത്തിലേക്ക് സുരക്ഷിതനായി നമുക്ക് കയറാൻ പറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കൊടുക്കണം. ഒരു വ്യാജ തങ്ങന്മാരുടെ കാലമാണ്. വ്യാജ തങ്ങന്മാര്, വ്യാജ സിദ്ധന്മാര്, വ്യാജ പണ്ഡിതന്മാര്, വ്യാജ ഡോക്ടർമാര്, വ്യാജ മുസ്ലിമിനെ ഖുർആൻ പരിചയപ്പെടുത്തി. ആരാ? ഒരു വ്യാജ മുസ്ലിം. അതാരെന്നറിയോ? ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവൻ, മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ് വ്യാജ മുസ്ലിം. ആളുകൾക്ക് ഭക്ഷണം കിട്ടട്ടെ,
അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരിക്കൽ പോലും പിന്നോട്ട് പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ പറയാ. സഹോദരിമാരോട് രണ്ട് വിഷയങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീട്ടിന്റെ മുമ്പിൽ വന്ന്, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുമ്പോ നമ്മൾ ആട്ടി ഓടിക്കാറുണ്ടല്ലോ, നമ്മളെ കഥകടയ്ക്കാറുണ്ടല്ലോ. നമ്മൾ കഥകടച്ചിട്ട് അതിനകത്തിരുന്നിട്ട് നമ്മൾ CCTV ക്യാമറയിലൂടെ നോക്കിയിരിക്കുകയാണ്. പോയോ പോയില്ലേ, പോയോ പോയില്ലേ. ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പൊ കല്യാണം വിളിക്കാൻ വേണ്ടി പോയാലും തൊപ്പി കണ്ടാൽ കഥ തുറക്കൂല, കാരണം പിരിവെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പോണ കല്യാണവും മാർഗവും പറയാനാണ്, പക്ഷെ തുറക്കണ്ടേ. തുറന്നാലേ നമുക്ക് ഈ വിവരം പറയാൻ പറ്റൂ. എന്നിട്ട് കല്യാണത്തിന് തലേദിവസം വിളിച്ചിട്ട് പരാതിയും. എന്താണ് കല്യാണത്തിന് വിളിച്ചില്ല? കല്യാണത്തിന് വിളിക്കാത്ത കാര്യം എന്താ? വിളിക്കാൻ വന്നപ്പോൾ കഥ തുറന്നില്ല. ഇവർ വിചാരിച്ച് പിരിവിന് വന്നേണം. കുറ്റം പറയാൻ പറ്റൂല, കുറ്റം പറയാനും പറ്റൂല. പിന്നെ ഒരാളോട് ചോദിച്ചില്ല, പണ്ഡിതന്മാരെ മൊത്തം പണക്കാരുടെ വീട്ടുമുറ്റത്ത് കാണുന്നല്ലോ, എന്നാൽ ഒരു പണക്കാരനെ ഒരു പണ്ഡിതന്റെ വീട്ടുമുറ്റത്ത് കാണുന്നില്ലല്ലോ. ന്യായമായ ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിന് മറുപടി കൊടുത്ത് എന്താണെന്നറിയോ? പണക്കാരന് ഇൽമിന്റെ മഹത്വം അറിയില്ല, അതുകൊണ്ട് അവന്റെ വീട്ടിന്റെ മുമ്പിൽ വരൂല. പക്ഷെ പണ്ഡിതന് പണം കൊണ്ടുള്ള ഉപകാരം അറിയാം, അതുകൊണ്ട് അവന്റെ വീട്ടുമുറ്റത്ത് കാണും. ഈ കാണുന്ന കോളേജുകൾ, അറബി കോളേജുകൾ, പള്ളികളൊക്കെ അൽഹംദുലില്ലാ എങ്ങനെയാ വന്നത്? ഈ പള്ളികളൊക്കെ സമുദായത്തിന്റെ പൈസയാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. നമ്മളാരും കരുതുക 2020 ജനിച്ച, 1998 ജനിച്ച, അല്ലെങ്കിൽ 950 ശേഷം ജനിച്ച നമ്മളുടെ മഹ്ല് ഫضൽ കൊണ്ട് കൊടുത്താണ് ഈ പള്ളികളൊക്കെ ഉണ്ടായി എന്നുള്ളത് അബദ്ധധാരണയാ. പ്രവാചകൻ പ്രസംഗിക്കും, ബിലാൽ തങ്ങൾ തുണിയുമായിട്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോകും, സ്വർണം കളക്ട് ചെയ്ത ഹദീസുണ്ട്. അതിന്ന് മാത്രമല്ല. അതുകൊണ്ട് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളി, നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3 കൂട്ടം ആളുകൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വരുന്നവരെ ഒരിക്കലും ആട്ടി ഓടിക്കരുത്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടോ? ഉണ്ടോ? എന്നാൽ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഏറ്റവും ഗൗരവത്തോട് പറയാ, വെള്ളം കൊടുക്കാത്ത ആളുകളുണ്ട്, വെള്ളം നിഷേധിക്കുന്ന ആളുകളുണ്ട്, കുടിവെള്ളം കൊടുക്കാത്ത ആളുകളുണ്ട്, ഭക്ഷണം കൊടുക്കാത്ത ആളുകളുണ്ട്. ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നായ്ക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയും പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ നരകത്തിൽ പോയി. ഇനി ഇത് രണ്ടും പറഞ്ഞ് 5 മിനിറ്റ് അങ്ങനെ പോയാൽ പിന്നെ അതും നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ തൊടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, 3 കൂട്ടം ആളുകളോട് അള്ളാഹു ആഖിറത്തിലും മിണ്ടുക പോലുമില്ല. വാക്കിന്റെ ഗൗരവം മനസ്സിലാക്ക്. എന്നെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ലല്ലോ, അതാ വാക്ക്. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് മിണ്ടില്ല അള്ളാഹു. ഒരക്ഷരം അവരോട് മിണ്ടില്ല. മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് നോക്കിയോ? ഒന്നും നോക്കാത്തെന്താ? അള്ളാന്റെ റസൂല് പറയുന്ന, വലാ യൻളുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുക പോലുമില്ല, കണ്ട ഭാവം പോലും അള്ളാഹു നടിക്കുകയില്ല. എന്നാ ചില ആളുകളോട് അങ്ങനെയല്ല, കണ്ടില്ലേലും മിണ്ടിയില്ലേലും കണ്ണടച്ചിട്ട് കയറിപ്പൊക്കോ എന്ന് പറയും. പക്ഷെ ഈ 3 കൂട്ടം ആളുകളോട് വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുക പോലുമില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങളല്ല പുറത്തു കൊടുക്കില്ല. അവരെ കാണാൻ അള്ളാഹു കൂട്ടാക്കൂല, അവരോട് മിണ്ടാൻ കൂട്ടാക്കൂല. എന്നാൽ അവരെ ഏതൊരു തരത്തിലും രക്ഷപ്പെടുത്താനും അല്ലാഹു ഒരുക്കമല്ല. പിന്നെയോ വലഹും അദാബുൻ അലീം, ശക്തമായ വേദന അവരനുഭവിക്കേണ്ടി വരും. ആ 3 കൂട്ടം ആളുകൾ ആരെന്നറിയോ? അതിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ആ കൂട്ടം ആളുകൾ ആരാണ്? റജുലുൻ അലാ ഫളി മാഇൻ, അവന് കുടിക്കാൻ വെള്ളം കിട്ടിയപ്പോ അതിൽ ബാലൻസ് വെള്ളമുണ്ടായിരുന്നു. യംനഉഹു ബിനസ്സബീൽ, അവന്റെ അടുക്കൽ ചോദിച്ചു വന്നവനോട് അവന് കൊടുക്കാതെ പൂഴ്ത്തി വെച്ചു. ഒരു മിനറൽ വാട്ടർ വെള്ളം തന്റെ കയ്യിലിരിക്കുകയാണ്. കുടിച്ചതിന്റെ നിനക്ക് ഇപ്പൊ ദാഹം വന്നു, ദാഹം തീർത്തതിന് ശേഷം നിന്റെ കയ്യിലെ ബാലൻസ് ഉണ്ട്. പക്ഷെ ആരോ ഒരാൾ ചോദിച്ചു, അല്പം വെള്ളം തരുവോ? നമ്മൾ മനഃപൂർവ്വം കൊടുക്കാത്തതല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്, പിന്നീട് ദാഹിച്ചാലോ? എന്തായി പിന്നീട് നീ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ പെങ്ങളെ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് റസൂൽ
റസൂലുള്ള പറഞ്ഞത് അലാ ഫളിലി മാഇൻ, ആ സമയത്ത് നിനക്ക് ആവശ്യമായ വെള്ളത്തിൽ അധികമുണ്ടെങ്കിൽ അത് നീ കൊടുക്കാതിരുന്നാൽ യഖൂലുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു നാളെ പരലോകത്ത് നിന്നോട് പറയുന്നത് അൽ യൗമ അംനഉക, ഇന്ന് നിനക്ക് ഞാൻ ഹൗൽ തടയുകയാണ്. ഫളിലി, എൻ്റെ ഫളിലാകുന്ന ഹൗൽ ഞാൻ തടയുകയാ. നിനക്കിവിടെ ഭക്ഷണമില്ല. കമാ മനഅത, നീ ഭൂമിയിൽ വെച്ച് എൻ്റെ ദാസന്മാരുടെ മുന്നിൽ തടഞ്ഞു വെച്ചല്ലോ, വെള്ളം കൊടുക്കാതെ ടാപ്പ് പൂട്ടിയിട്ടല്ലോ, വെള്ളമെടുക്കുമെന്ന് കരുതിയിട്ട് മോട്ടർ ഓഫാക്കി കളഞ്ഞല്ലോ, അതിലേക്ക് വരുന്ന വാട്ടർ സപ്ലൈനെ പെട്ടെന്ന് തിരിച്ച് അതിൻ്റെ വാൽവ് തിരിച്ചിട്ട് മാറ്റിക്കളഞ്ഞല്ലോ, കയ്യിൽ വെള്ളമുണ്ടായിട്ട് ആ കുടിവെള്ളം നിഷേധിച്ചല്ലോ, ഭക്ഷണമുണ്ടായിട്ട് ഒരുരുള ഭക്ഷണം നീ കൊടുക്കാതിരുന്നില്ലേ. അതുകൊണ്ട് പൊന്നുമോനെ, ഇന്ന് നിനക്ക് തരുന്ന ശിക്ഷ എന്താണ്? അംനഉക മിൻ ഫളിലി, അംനഉക ഫളിലി, എൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിന്നെ ഞാൻ തടയുകയാണ്. ഇത് ആഖിറത്തിലെ കാര്യമാണ്. ഇത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? എന്ത് പ്രയാസം നിങ്ങൾക്ക് വന്നാലും എനിക്ക് വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടണോ? പാവങ്ങളെ സഹായിക്കുക. അതുകൊണ്ടാണ് ഹിറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ 7 ചക്രവാളം വരെ നീണ്ട് വിശാലമായി വിടർന്നു കിടക്കുന്ന ചിറകുകളോടെ ജബലുന്നൂറിലെ ഹിറാ ഗുഹയ്ക്കകത്ത് വന്നപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചു പനിച്ചു വറച്ച് പൊരിഞ്ഞു ഓടി വന്നത് അള്ളാന്റെ ഹബീബ് ഖദീജത്തുൽ കുബ്ര എന്ന പ്രിയപ്പെട്ടവരുടെ ചാരത്തല്ലേ. വന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി ഖദീജ, എന്താ ഉണ്ടായത് നബിയെ? പിന്നെ പറയാ മോളെ, എനിക്ക് പെട്ടെന്നൊന്ന് പുതപ്പിട്ട് മൂട്, പെട്ടെന്ന് തന്നെ പുതച്ചു തരുവോ? അങ്ങനെ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ആ പുതപ്പിട്ട് മൂടിക്കൊടുത്ത പ്രവാചകൻ പിന്നീട് പറഞ്ഞതെന്താ? ഞാൻ ഹിറാ ഗുഹയിൽ വെച്ച് ഒരു വല്ലാത്ത രംഗം കണ്ടു ഖദീജ, എനിക്ക് ഓർക്കാൻ തന്നെ കഴിയുന്നില്ല. ഇഖ്റഇന്റെ സന്ദേശം വന്നതാണ്, അല്ലമൽ ഖലമിന്റെ സന്ദേശം വന്നതാണ്, വഹയിന്റെ സന്ദേശം വന്നതാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ റസൂലുള്ളാന്റെ പച്ച ശരീരത്തിന് കഴിഞ്ഞില്ല. കാരണം പ്രിയപ്പെട്ടവരെ, ജിബ്രീലിനെ കണ്ട് പേടിച്ചതാണെന്ന മാത്രം നമ്മൾ കരുതരുത്. ജിബ്രീലിനെ കണ്ട് പേടിച്ചു എന്ന കാരണം മാത്രം നമ്മൾ വെക്കരുത്. പിന്നെയോ, അവിടെ ഇറക്കപ്പെട്ട 5 ആയത്തുകളുടെ ഭീകരതയാണ്, 5 ആയത്തുകളുടെ ബീബൽസതയാണ്. അള്ളാന്റെ ഹബീബിന് താങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് എത്രയോ വട്ടം കുതിരപ്പുറത്തിരിക്കുമ്പോൾ, ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ആയപ്പിറങ്ങുമ്പോൾ ഒട്ടകം മുട്ടുകുത്തിയ സംഭവമുണ്ടല്ലോ. എപ്പോഴും വഹി വന്നാലും തലയങ്ങ് കുനിഞ്ഞു പോകും ഭാരം കൊണ്ട്, നെറ്റിത്തടം വിയർക്കും, വല്ലാത്ത വിയർപ്പാണ്. പ്രിയപ്പെട്ടവരെ, വഹീന് വല്ലാത്ത ഭാരമുണ്ട്. അതുകൊണ്ടാണ് പല സ്വഹാബത്തും ആയിഷ ബീവി പോലും പറഞ്ഞത്, എന്നോടൊപ്പം റസൂൽ കിടക്കുമ്പോ ആയത്തിറങ്ങിയിട്ടുണ്ട്, ആ സമയത്തിന്റെ തുടക്കി വല്ലാത്ത ഭാരമാ, എന്റെ ശരീരത്തിന് വല്ലാത്ത ഭാരമാ. കാരണം പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്ന ജിബ്രീൽ കൊണ്ടു കൊടുക്കുന്ന ആയത്തിന്റെ ഭീകരതയാ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഇതൊരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ആ പർവതത്തിന്റെ മുകളിലാണ് ഞാനിത് ഇറക്കിയിരുന്നതെങ്കിൽ എന്ന് പറയുമ്പോ ഇപ്പോഴും നമ്മൾ പറയുന്നു കഅബാലയത്തിൽ നിന്ന് 4.25 കിലോമീറ്റർ അപ്പുറത്തുള്ള 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന ജബലുന്നൂറിന്റെ ഹിറാ ഗുഹയിലാ ഈ ഖുർആൻ ഇറങ്ങിയത്. അല്ല അല്ല അല്ല, അവിടെയല്ല ഖുർആൻ ഇറങ്ങിയത്. അങ്ങനെ ആ ഗുഹയിലാണ്, ആ മലയിലാണ്, ജബലുന്നൂറിലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആയത്തിന്റെ ഭീകരതയിൽ ആ പർവ്വതം പപ്പടം പോലെ പൊടിയുന്നത്, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, തകർന്ന് തരിപ്പണമാകുന്നത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എവിടെയാണ് ഖുർആൻ ഇറങ്ങിയത്? നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ഇറങ്ങി വന്നത് എവിടേക്കാണ്? ഹിറാ ഗുഹയിലല്ല, അലാ ഖൽബിക, നബിയെ അങ്ങയുടെ ഹൃദയത്തിലാണ്, അങ്ങയുടെ ഹൃദയത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അത് താങ്ങാൻ മുത്ത് റസൂലിന് കഴിയാതെ പേടിച്ചു പോയി. ആ പേടിയോടെ കടന്നു വന്നപ്പോ പേടി മാറ്റാൻ, ഒരു സങ്കടം മാറ്റാൻ, ഒരു വിഷമം മാറ്റാൻ ഖദീജ ബീവി എന്ന ബുദ്ധിമതിയായ പ്രിയപ്പെട്ട ഭാര്യ, കുലീനയായ ഭാര്യ, സമർത്ഥയായ ഭാര്യ,
എന്താ പറഞ്ഞതെന്നറിയോ? ലാ യുഹ്സീകല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈയൊഴിയൂല. നിങ്ങൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ, ആളുകൾക്ക് നമ്മൾ ആഹാരം കൊടുത്താൽ കിട്ടുന്ന കൂലി എന്താ? ദുനിയാവില് ഒരു പ്രയാസം ഉണ്ടാവൂല, ഒരു ബുദ്ധിമുട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, കരുത്ത് പകരും അല്ലാഹു. ആ ഭൂമിയിലെ പ്രതിഫലത്തിന്റെ അപ്പുറത്ത് ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഫضل നമുക്ക് കിട്ടും. ഇല്ലെങ്കിലോ ഭൂമിയിൽ സമാധാനമില്ലാതെ ഓടും നമ്മൾ. ആഖിറത്തിലോ അല്ലാഹു ഒന്ന് നമ്മളെ രക്ഷപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ ശിക്ഷയില്ലാതിരിക്കണ്ടേ, അല്ലെങ്കിൽ ഒന്ന് മിണ്ടണ്ടേ, അല്ലെങ്കിൽ ഒന്ന് നോക്കണ്ടേ, ഇതൊന്നും ഉണ്ടാവൂല ആഖിറത്തില്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ഇന്നും മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ട് വന്നത്? ഞാനുണ്ട് റസൂലേ. മൂന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ഇനി നാലാമത് ചോദിച്ചെന്താണെന്നറിയോ? ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വന്നത്? ഇന്നത്തെ മയ്യത്തുകളൊക്കെ മയ്യത്തിനെ ചുമന്നുകൊണ്ടുള്ള യാത്രകളൊക്കെ നിങ്ങളൊന്ന്, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. പല നാടുകളിലും പണ്ട് എത്ര കിലോമീറ്ററുള്ള സ്ഥലമാണെങ്കിലും ആ മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ അഭിവന്യനായ ഷെയ്ഖുൽ ഹദീസ് ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ ഞങ്ങളോട് ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഏകാഗ്രതയിലുണ്ടാകുന്ന ഒരു പ്രവൃത്തി മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോഴാണ്. കാല് നടക്കുന്നു, കൈ സന്തൂക്കിൽ പിടിക്കുന്നു, ചുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, കാത് മുമ്പ് നിൽക്കുന്നവൻ്റെയും പിന്നിൽ നിൽക്കുന്നവൻ്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നു, കണ്ണ് അപ്പുറത്താരാ നോക്കുന്നത്, ഇപ്പുറത്താര ആരെങ്കിലും മയ്യത്ത് വന്നുകൊണ്ട് പോകുമ്പോൾ കയ്യെ കാണിച്ച് ടാറ്റയും പറഞ്ഞ് പോകില്ലല്ലോ. കണ്ണ് താഴേക്ക് നോക്കി ഇങ്ങനെ പോവും. കാരണം എന്താ? അവൻ്റെ മനസ്സിൽ, പിന്നെ അവൻ്റെ ചിന്തയിൽ, അവൻ്റെ ഹൃദയത്തിൽ എന്താ? മരണത്തെപ്പറ്റി ഇങ്ങനൊരു ചിന്ത. അള്ളാഹുവേ, ഇന്നലെ നടന്നു പോയവൻ ഇന്നിതാ അവൻ കൈകാലുകൾ കെട്ടപ്പെട്ട്, അവൻ്റെ തള്ളവിരലുകൾ കെട്ടപ്പെട്ട്, APJ അബ്ദുൽ കലാം എന്ന അബുൽ കലാം ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഞാൻ ജനിച്ചത് മുതൽ എൻ്റെ 2 കാലുകൾ മത്സരത്തിലാണ്. അതെ, വലത്തേക്കാല് മുമ്പിൽ വരുമ്പോൾ ഇടത്തേക്കാല് തോറ്റുപോകും, ഇടത്തേക്കാല് മുമ്പിൽ വരുമ്പോൾ വലത്തേക്കാല് തോറ്റുപോകും. അങ്ങനെ മത്സരമായിരുന്നു ഞാൻ ജനിച്ചത് മുതൽ, പിച്ച വെച്ചത് മുതൽ. പക്ഷേ അവസാനം ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. 2 വിരലുകളും 2 കാലുകളും ഒപ്പത്തിനൊപ്പം ചേർത്ത് വെച്ചിട്ട് ഒരു നാട കൊണ്ട് തള്ളവിരൽ കെട്ടിയിട്ട് യാത്രയാക്കി. ആരും തോറ്റിട്ടില്ല, ആരും ജയിച്ചിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യാത്രയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്. ഇന്നലെ നടന്നു പോയവൻ, ഇന്നലെ വാഹനത്തിൽ പോയവൻ, ഇന്നിതാ നടന്നു പോകാൻ അവന് കഴിയുന്നില്ല, അവനെ ചുമന്നു കൊണ്ടുപോകുന്നു. ഇന്നലെ അവൻ ഒറ്റയ്ക്ക് കുളിച്ചു, ഇന്നവനെ കുളിപ്പിച്ചു. ഇന്നലെ അവൻ ഒറ്റയ്ക്ക് ഒരുങ്ങി, ഇന്നവനെ ഒരുക്കി. ഇന്നലെ അവൻ ഒറ്റയ്ക്കാണ് അത്തർ പൂശിയത്, ഇന്നവൻ അത്തർ പൂശിക്കൊടുത്തു. ആലോചിച്ചു നോക്കിയേ, ഈ ഒരു ചിന്തയിലല്ലേ പോകുന്നത്? ഷെയ്ഖുൽ ഹദീസ് ബഹുമാനപ്പെട്ട കുളപ്പുറം ഉസ്താദിൻ്റെ വാക്കുകളാണിത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, മയ്യത്ത് ചുമന്നുകൊണ്ട് എല്ലാവരുടെ കാര്യമായി പറയുന്നത്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ എല്ലാം തികഞ്ഞവനായി പറയുന്നതല്ല. ഇന്ന് മയ്യത്ത് എന്താ ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്യുന്നത്? മയ്യത്ത് റെഡിയാക്കി കുളിപ്പിച്ച് അതിനെ കഫൻ ചെയ്ത് എല്ലാം റാഹത്തായി കഴിഞ്ഞാൽ സ്ട്രെച്ചർ കൊണ്ടുവരുന്നു, അതിനകത്തെടുത്ത് കിടത്തിയിട്ട് നേരെ ആംബുലൻസിലോട്ട് കയറ്റിയിട്ട് ഡോറും ക്ലോസ് ചെയ്യുന്നു, കൊണ്ടുവയ്ക്കോ സൈറ്റിൽ കൊണ്ടിറക്കിയാൽ മതി. പിന്നെ നമ്മൾ പോകുന്നത് എന്താ? വണ്ടിയിൽ നമ്മൾ പോയിട്ട് മെഹ്റാബിനകത്ത് വണ്ടിയും വെച്ച് നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതല്ലേ ചെയ്യുന്നത്. അറബികൾ മസ്ജിദുൽ ഹറമിൽ പോയി നോക്ക്. നമ്മുടെ വാപ്പാടെ മയ്യത്ത കല്ലൂരിലെ മഞ്ഞമലയിലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതാ, ഈ എന്താണ്, അല്ല, ഏറത്ത് വിളാകത്തുള്ള ഏതോ ഒരാളാണ്. എൻ്റെ വാപ്പ ഏറത്ത് വിളാകത്തുള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് കിട്ടൂല. അവരാഘോഷിക്കാൻ ഉത്സവം പോലെ അറബികൾ 3 ചുവട് മയ്യത്ത് കട്ടിലിൽ പിടിച്ചിട്ട് 3 ചുവട് വെച്ചാൽ അതിനോടുള്ള ഹക്ക് വീടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ചുവട് വെക്കാൻ എവിടാ നമുക്ക് കിട്ടുന്നത്? വീട്ടിൽ നിന്ന് എടുത്ത് നേരെ എടുത്തങ്ങ് സ്ട്രെച്ചറിൽ വെച്ചിട്ട് നേരെ അങ്ങോട്ട് ആംബുലൻസ് കയറ്റുന്നു. അത് കഴിഞ്ഞാൽ നേരെ ഇത് കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് നേരെ ഉരുട്ടി ഇറക്കി പള്ളിക്കകത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. 3 ചുവടൊന്ന് പിടിച്ച്. അറബികൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്സവലഹരിയാണ്. കാരണം അവർക്ക് വലിയ പ്രതിഫലമുള്ളതാണ് ഈ ഒരു വലിയ, അത് ആര് ഇന്ത്യക്കാരൻ്റെതാണോ അതൊന്നും അവർക്ക് നോട്ടമില്ല.
നമ്മൾ തന്നെ ചിന്തിക്കും, ഇത്രയും ആദരവ്, ഇത്രയും ബഹുമാന മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ബാബു മുഹമ്മദ് എന്ന് പറയുന്ന പ്രദേശം മറുവയുടെ തൊട്ട് താഴ്ഭാഗത്ത് വന്ന് നിന്ന് നോക്കണം. അവിടെ കൊട്ടാരത്തിലേക്ക് ഇമാമിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ അടുക്കൽ കൂടി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തുകളെയും വഹിച്ചുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാം. ആ സ്ഥലം വരെ മയ്യത്ത് കൊണ്ടുവരാൻ എന്തൊരു തിക്കും തിരക്കുമാണ്. മസ്ജിദുൽ ഹറമിൽ മയ്യത്ത് നിരത്തി വെച്ചിട്ട് മയ്യത്ത് നമസ്കാരത്തിന് ഇവിടുത്തെ ഇമാമിയങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ ആ മയ്യത്തുകളെ വഹിച്ചുകൊണ്ട് ഒരു പിടി പിടിക്കാൻ, 3 ചുവട് വയ്ക്കാൻ മത്സരിച്ചുകൊണ്ട് അറബികൾ ഓടിക്കൂടുന്നു. എന്നിട്ട് അവർ ആ റോട്ടിലേക്ക് കയറ്റിയിട്ട് വാഹനത്തിലേക്ക് കയറ്റിയിട്ട് അവർ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ഒരു മഹത്വം അവർക്ക് കിട്ടുന്നത്, അവർക്ക് പ്രതിഫലം കിട്ടുന്നത്, വലിയൊരു പ്രതിഫലം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് കൊണ്ടാ. അത് ആംബുലൻസിൽ കൊണ്ടുപോയാൽ കിട്ടണമെന്നില്ല. സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, സഹോദരിമാരെ, ഒരുപാട് 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 യാത്രകൾ ചെയ്യാനുണ്ട്. ദീർഘമായ സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആംബുലൻസിൽ തന്നെയാണ് മയ്യത്ത് കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഒരു 3 ചുവട്ടടിയെങ്കിലും പിടിച്ച് നമ്മൾ അതിനോടുള്ള ഹക്കൊന്ന് വീടാൻ മത്സരിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന കൂലി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ഷഹിദൽ ജനാസ, ആരെങ്കിലും ജനാസയുടെ അടുക്കൽ ഹാജരായി, ഹത്താ യുസല്ലി അലൈഹാ, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി, എന്നാൽ ഫലഹു ഖീറാത്തുൻ, അവന് ഒരു ഖീറാത്തുണ്ടെന്നാണ്. ഒരു ഖീറാത്ത് അവനുണ്ട്. എന്ത് ചെയ്താൽ? മയ്യത്തിന്റെ അടുക്കൽ വന്നിട്ട് കാണുന്നതിനെ പറ്റി ഹദീസിലില്ല. മയ്യത്ത് കാണലെന്താ? ഇനി ആരെങ്കിലും ഉണ്ടോ? പൊറിഞ്ഞ് കെട്ടിയപ്പം പറയുന്നു, അതാ ഒരാളും കൂടെ അവിടെ നിന്ന് വരിക, മിക്കവാറും അയാളാണ് അതിനടുത്തൂടെ വേറെ എവിടെ പോകുന്നതാണ്. പക്ഷെ ഇവർ കരുതി മയ്യത്ത് കാണാൻ അവിടെ തുറന്നു വെച്ച് മയ്യത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ, വീട്ടിൽ നിന്ന് എടുക്കാൻ നേരത്ത്, അത് കഴിഞ്ഞിട്ട് പള്ളി കൊണ്ടുവന്ന് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും ചോദിക്കുന്നു, ഇനി ആരെങ്കിലും കാണാണ്ടോ? അപ്പോഴാരായി കാണാൻ വരുന്നത്? ജീവിച്ചിരുന്നപ്പോ തൻ്റെ അടുത്തൂടെ പോയപ്പോ മുഖം തിരിച്ച് നടന്നവൻ, ഇവനെ കാണണ്ട, ഇവന് ഞാൻ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് മാറി നടന്നവൻ ആ മയ്യത്ത് മരിച്ചപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ. തണുത്ത ശരീരത്തിന് എന്തിനാണോ നിന്റെ നോട്ടം? ചൂടുള്ളപ്പോൾ കൊടുക്കണം സ്നേഹം. ശരീരത്തിന് ചൂടുള്ളപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്. മരിച്ചതിന് ശേഷം നിന്റെ നോട്ടവും നിന്റെ കരച്ചിലും ഒന്നും ആർക്കും വേണ്ട. ജീവിച്ചിരിക്കുമ്പോഴാണ് പരിഗണന കൊടുക്കേണ്ടത്. ആ ഒരു പരിഗണന ജീവിച്ചിരിക്കുമ്പം, മരിക്കാൻ നേരത്ത് ഉമ്മാക്ക് എന്ത് വേണം? സംസം വെള്ളം വേണോ, അത് ഹൗദുൽ കൗസർ വേണോ, എല്ലാം കൊടുക്കുക. ജീവിച്ച് നന്നായിട്ടിരുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവൂല. അതൊക്കെയാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് മയ്യത്തിനോട് പോലും തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അടുത്ത് ചെന്നിരുന്ന് എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പറയണം. അല്ലാതെ കിളവി പറ, കുൽ ലാ ഇലാഹ ഇല്ലല്ലാ പറ അങ്ങനെ പറയണ്ട. കിതാബിൽ കൊടുത്ത ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വലാ തഖൂലു കുൽ 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 പറ എന്ന് പറയരുത്. കാരണം എന്താണെന്നറിയോ? കിളവി മരിക്കാൻ നേരത്തെ ചിന്തിക്കും, എന്നൊന്നും മരിച്ചു കിട്ടിയിട്ട് വേണം പ്രമാണം ചെയ്യാൻ. ആ തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ്, തുഹ്മത്ത് വരാതിരിക്കാനാണ്. അതുകൊണ്ട് അടുത്ത് എന്നിരുന്നിട്ട് പറ എന്ന് പറയണ്ട. എന്താ ചെയ്യേണ്ടത്? അടുത്ത് എന്നിരുന്നിട്ടൊന്ന് ഉണർത്തി കൊടുക്കണം. ലഖിനു മൗതാക്കും, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചെല്ലണം. ആ സമയത്ത് അള്ളാഹു നല്ല ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അറിയാതെ രോഗി പറയും, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാതെ പറയിപ്പിക്കാൻ നോക്കണ്ട, നടക്കൂല. ജീവിതത്തിൽ ഇതൊന്നും പറയാത്തവനെ ഇനി ആരൊക്കെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഇനി നൂലോത് കെട്ടിയിട്ട് പോയിട്ട് ചങ്ങല ഓതി കെട്ടിയാലും പറയൂല, ഒരിക്കലും പറയൂല. ഇതൊക്കെ ഒരു ഫളിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ നേടിയെടുക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാണോ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കാളിയാകുന്നത് അവന് ഫലഹു ഖീറാ, ഒരു ഖീറാത്തുണ്ടെന്ന് റസൂല് പറഞ്ഞു. നിർത്തുന്നില്ല, അവിടെ നിന്ന് പറഞ്ഞു, വമിന ഷഹിദഹാ, ജനാസയുടെ സമക്ഷത്തിൽ എത്തിക്കഴിഞ്ഞു, ഹത്താ തുദഫന, അടക്കുന്നത് വരെ, ദഫൻ ചെയ്യുന്നത് വരെ, അടക്കുന്നത് വരെ അവിടെ നിന്നാൽ ഫലഹു ഖീറാത്താനി, 2 ഖീറാത്ത് അല്ലാഹു കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താ ഒന്ന് സംശയമൊന്നും വരാത്തത്? സഹാബത്തിനുണ്ടായി. എന്താ സംശയം എന്നറിയോ? സഹാബത്തിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, വമൽ ഖീറാത്തു യാ റസൂലല്ലാഹ്, എന്താ ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? മിസ്ലുൽ ജബലൈനിൽ അലീമൈൻ, മിസ്ലുൽ ജബലൈനിൽ അലീമൈൻ
ഭീമാകാരമായ 2 പർവ്വതങ്ങളാണ്. അപ്പൊ പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹു കൊടുക്കും. മയ്യത്ത് നിസ്കാരത്തിലും പങ്കാളിയാകണം, മയ്യത്ത് അടക്കാനും കൂടെ നിൽക്കണം. ഇത് രണ്ടിനും നമ്മൾ നിൽക്കാറില്ല. നമ്മൾ ചെന്നിട്ട് ആള് കൂടുന്നത് എവിടെയാ? മയ്യത്ത് കാണാം, അവിടെ പോയി കണ്ട് നമ്മൾ ഒപ്പുവെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഒരു കീറാത്തുമില്ല, പർവ്വതം പോയിട്ട് ഒരു പിടി മണ്ണുമില്ല, ഒരു ചരൽ കല്ലുമില്ല, ഒരു പിടി മണ്ണുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ മയ്യത്ത് കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുക അല്ലാഹ് അപ്പം നമുക്കിതൊന്നും കീറാത്തുമില്ല, പർവ്വതവും ഇല്ല, ഒന്നുമില്ലല്ലോ, വേണ്ട. അതുകൊണ്ട് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയോട് ഖതീബത്തുൻ നിസാ എന്ന് അവരറിയപ്പെടുന്നത്, സ്ത്രീകളിലെ പ്രഭാഷക. ഇത്രയും വാക് സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളിൽ ഖതീബത്തുൻ നിസാ എന്നറിയപ്പെടുന്ന അസ്മാ ബിൻത് യസീദ. അത് ഞാൻ 2-3 സ്ഥലത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ആ വിഷയം അല്ലാത്തത് കൊണ്ട് പറയാത്തത്. അസ്മാ ബിൻത് യസീദ് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, അള്ളാന്റെ ഹബീബേ, ഞാൻ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് അങ്ങയുടെ മുമ്പിൽ വന്നതാ, സ്ത്രീകളുടെ പ്രതിനിധിയായി വന്നതാ, എൻ്റെ സ്വകാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താ പറഞ്ഞോ, കേൾക്കാമല്ലോ. അല്ല, നിങ്ങൾ പുരുഷന്മാരിലേക്ക് മാത്രം ഇത് ഏതെങ്കിലും വാറോലയിലുള്ളതല്ല, തൊബറാനി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്. എന്താ സംശയം? മഹാനായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയേ, ഞാൻ അസ്മാ ബിൻത് യസീദാൻ, ഞാൻ സ്ത്രീകളുടെ പ്രതിനിധിയാണ്, എനിക്കറിയേണ്ടതൊറ്റ കാര്യമാണ്, അങ്ങ് പുരുഷന്മാരിലേക്ക് മാത്രമല്ലല്ലോ സ്ത്രീകളിലേക്കും കൂടെ നിയോഗിക്കപ്പെട്ട പ്രവാചകരല്ലേ? അതെ. എന്നാ ഞങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു, അവരുടെ ദാഹം പൂർത്തീകരിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നു, അവരുടെ മക്കളെ പ്രസവിക്കുന്നു, അവരുടെ മക്കൾക്ക് പാല് കൊടുക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ പുരുഷന്മാരുണ്ടല്ലോ, അവർ ജമാഅത്തിന് വരുന്നു, ജുമയ്ക്ക് വരുന്നു, സിയാറത്തിന് വരുന്നു, രോഗസന്ദർശനത്തിന് വരുന്നു, ജിഹാദിന് വരുന്നു, എല്ലാത്തിനോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട്. അപ്പൊ ആ പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ടേ നബിയേ? അപ്പൊ എന്താ പറയേണ്ടത്? സഹോദരിമാർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ സംശയം? ഉണ്ടായിട്ടുണ്ട്. ആ പാവങ്ങൾ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ധൈര്യപ്പെട്ടിട്ട്. ചോദിച്ചാലോ കിട്ടുന്ന ഉത്തരം സമ്പൂർണ്ണമല്ല. ഇനി സമ്പൂർണ്ണമായ ഉത്തരം കൊടുത്താലോ ചിലപ്പോൾ അത് ദഹിക്കൊന്നും വരില്ല, തികട്ടി വന്നുകൊണ്ടിരിക്കും. ആ ഒരു കാലത്തിലാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ആ സ്ത്രീയോട് മറുപടി പറയാതെ കൂടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, ഈ പെണ്ണിനെ പോലെ ഇത്രയും നല്ലതായിട്ട് സംസാരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വായാടി പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആ പെണ്ണിന് പേര് വന്നു ഖതീബത്തുൻ നിസാ, സ്ത്രീകളിലെ പ്രഭാഷക, സ്ത്രീകളിലെ വാക് സാമർത്ഥ്യവും വാക് ചാതുരിയുമുള്ളവൾ എന്നർത്ഥം വന്ന ആ പേര് വന്നു. അസ്മാ ബിൻത് യസീദിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രതിഫലം നിങ്ങൾ പുരുഷന്മാർക്ക് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊന്നും ചെയ്യാതെ തരുന്നുണ്ട് പ്രതിഫലം. അല്ലേ? ആണിനാണോ മഹത്വം, പെണ്ണിനാണോ? ആണിനാണോ പെണ്ണിനാണോ മഹത്വം? മിണ്ടൂല, രണ്ടുപേരും മിണ്ടൂല. എന്താ കാര്യം എന്നറിയോ? പെണ്ണിനാണ് മഹത്വം. 1-ാം സമ്മാനം പെണ്ണിന്, 2-ാം സമ്മാനം പെണ്ണിന്, 3-ാം സമ്മാനം പെണ്ണിന് തന്നെ, പ്രോത്സാഹന സമ്മാനം ആണിന്, 4-ാം സമ്മാനം മാത്രമാണ് ആണിനുള്ളത്. അതെന്തുകൊണ്ടാണ്? നബിയെ, എനിക്ക് ആരോടാണ് കടമ? നിന്റെ ഉമ്മായോട്. പിന്നെയോ നിന്റെ ഉമ്മായോട് 2-ാം സമ്മാനം കൊടുത്ത്. പിന്നെയോ 3-ാം സമ്മാനം നിന്റെ ഉമ്മയോട്. മത്സരിച്ചവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനം ചെറിയ ട്രോഫി ആണുങ്ങൾക്ക്, 4-ാമതിന്റെ വാപ്പായോട്. കാരണം എന്താ? ഈ 3 പദവി പെണ്ണിന് കൊടുക്കാൻ കാരണം, ഈ 3 പദവി വാപ്പാക്കില്ലാത്തൊരു 3 പദവി പെണ്ണുങ്ങൾക്കുണ്ട്. 3 പദവി ആണുങ്ങൾക്കില്ലാത്ത 3 പദവി പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ കാരണം, ആണുങ്ങളെ കൊണ്ട് പറ്റാത്ത 3 കാര്യം പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട്. അതേതാണ്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യം വാപ്പയെ കൊണ്ട് പറ്റുമോ? ഏത് വാപ്പയെ കൊണ്ട് പറ്റും? മല ചുമക്കും വാപ്പ, 10 ചാക്ക് അരി തലയിൽ ചുമന്നുകൊണ്ട് ഇളക്കും. പക്ഷേ 250 ഗ്രാമുള്ള ഒരു കുഞ്ഞിനെ ചുമക്കാൻ പറ്റുമോ? വിവരം അറിയും. അത് പെണ്ണിനെ കൊണ്ടേ പറ്റുള്ളൂ, അത് പെണ്ണിനെ കൊണ്ടേ പറ്റുള്ളൂ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന, വാപ്പയെ നടറോഡിലെ കിടത്തിയിട്ട് കത്തി നെഞ്ചത്ത് കുത്തിയിറക്കിയാലും തുടിക്കും. വെട്ടൊന്ന് കഷണം 2, അത്ര ധൈര്യമാണ് വാപ്പാക്ക്. പക്ഷെ ആ വാപ്പയോട് ചോദിക്കണം, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പ്രസവിക്കുന്ന വേദന പെണ്ണിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അതാണിനെ കൊണ്ട് പറ്റൂല.
ആ വേദന, പേറ്റുനോവിൻ്റെ വേദന പെണ്ണിന് മാത്രം സ്വന്തമാണ്. പിന്നെന്താ മൂന്നാമത്തേത്? പൂ ചോദിച്ചാ പൂമരം കൊടുക്കും ഭർത്താവ്, വെള്ളം ചോദിച്ചാൽ ആ ജലാശയം തന്നെ കൊണ്ടു കൊടുക്കും, എന്ത് വേണമെങ്കിലും നേടിക്കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരു തൂവല ചോദിച്ചാൽ പറവയെ കൊണ്ടു കൊടുക്കും. പക്ഷേ ആ ഭർത്താവിനോട് നിങ്ങൾ പറയണം, ഞാൻ 2 വർഷം എൻ്റെ കുഞ്ഞിന് സ്തനപാനം നടത്തി, എൻ്റെ സൗന്ദര്യം എല്ലാം പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്തു, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. 3 പദവി ഉമ്മാക്കുണ്ട്. അതുകൊണ്ട് മാതൃത്വം അവർക്ക്, നേതൃത്വം നമ്മക്ക്. ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് നേതൃത്വം വേണോ? പള്ളിയുടെ പ്രസിഡന്റായ അത് പെണ്ണാണുള്ളത്. പിന്നെ ഒരുത്തി പോയി ജുമ തുടങ്ങി കോഴിക്കോട്, അത് പറയണ്ട കഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒരു പെണ്ണിന് നേതൃത്വമില്ല. 1.25 ലക്ഷം വരുന്ന നബിമാർ, അമ്പിയാക്കൾ, ഒരു നബിച്ചി വന്നിട്ടില്ല, വരൂല. നേതൃത്വം പുരുഷന്മാർക്ക്, മാതൃത്വം പെണ്ണുങ്ങൾക്ക്. ഏതെങ്കിലും പെണ്ണ് പറയോ ഞാൻ 3 പെറ്റ്, അടുത്ത 3 നിങ്ങളും പെറ്റോ? ഒരു പെണ്ണും പറയില്ല. കാരണം ആ പദവി അള്ളാഹു സ്ത്രീക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ജനാസ പങ്കെടുക്കുന്ന ഈ ബാക്കി 3 കാര്യമൊക്കെ നോമ്പ് പിടിച്ച് ഞങ്ങൾ വീട്ടിൽ ഇരുന്നോളാം, രോഗികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉമ്മമാർക്ക് സുഖമില്ല അടക്കണ്ട് പോയി കണ്ടോളാം. പിന്നെ ഏതാ ഭക്ഷണം കൊടുക്കുന്നത്? അൽഹംദുലില്ലാ, അത് പരമാവധി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെക്ക് ഒരു കറി വെക്കാൻ പോലും അറിയില്ല, നമ്മളാ ചെയ്തു കൊടുക്കുന്ന. അപ്പോൾ ആ പതിപോലൊക്കെ ഞങ്ങൾക്ക്. പക്ഷേ ഈ 4ാമത് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തേ കിട്ടാതെ പോയത്? മയ്യത്ത് സംസ്കരണത്തിൽ, മയ്യത്ത് നിസ്കാരത്തിൽ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ പറ്റുന്നില്ല. മയ്യത്ത് അടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ അടുപ്പിക്കുന്നില്ല. അടുപ്പിക്കാത്ത നിങ്ങളുടെ ദേഷ്യം കൊണ്ടല്ല, ഖബർ കാണാൻ നിങ്ങളെ കൊണ്ടുള്ള ആഫിയത്തും നിങ്ങൾക്ക് അതിനുള്ള ശക്തി നിങ്ങൾക്കില്ല. സഹോദരിമാരെ, കല്ലൂർ പള്ളിയിലെ ഖബർസ്ഥാനിൽ നിങ്ങൾ ചെല്ല്, എന്നിട്ട് നിങ്ങൾ ആ ഖബറിൽ വെട്ടിയിരിക്കുന്ന ഖബർ കൊണ്ട് നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോഴറിയാം നിങ്ങളുടെ സാമർഥ്യം. ആ സമയത്ത് നിങ്ങൾ മരിച്ചാലിന് വേറെ കുഴി എടുക്കേണ്ടി വരും, ഇത് തല ഇറങ്ങിയതിനകത്ത് വീഴും അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിയില്ല നിങ്ങൾക്കത് കണ്ടു തീർക്കാൻ. കാരണം 6 അടി മണ്ണേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല, നിങ്ങൾ ചിന്തിക്കണം, നിവർന്നൊന്ന് കിടക്കാൻ പറ്റൂല, ചരിച്ച് കിടക്കാൻ പറ്റുള്ളൂ. മുതുക് കിഴക്കാക്കി, നെഞ്ച് പടിഞ്ഞാറാക്കി, തല വടക്കാക്കി, കാല് തെക്കാക്കി, ആ ഒരു കിടത്തുണ്ടല്ലോ, ചരിഞ്ഞിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. ചരിച്ചിട്ടാ മയ്യത്ത് വെക്കുന്നത്, മലർത്തി വെക്കാൻ പറ്റില്ല, കമഴ്ത്തിയിടാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കിടക്കണം. ഒന്ന് ആലോചിച്ച്, എന്നാണോ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വരെ അങ്ങനെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കും ആ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ പറ്റുന്നില്ലല്ലോ. സങ്കടപ്പെടേണ്ട. എന്തുകൊണ്ടെന്നറിയോ? ഇത് ചെയ്യാതെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരും. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സിദ്ദീഖുൽ അക്ബർ 4നും അനയാ റസൂലല്ലാ, അനയാ റസൂലല്ലാ, അനയാ റസൂലല്ലാ, അനയാ റസൂലല്ലാ, ഞാനുണ്ട് 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 ഞാനുണ്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞപ്പോ റസൂലുള്ള പറയുന്നു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഒരു കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് മുതൽ, കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പ്രകടമാകുന്നത് മുതൽ, പടിഞ്ഞാറ് അരുണൻ അസ്തമിക്കും വരെ ആരുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടോ? 1 നോമ്പാണ്, 2 രോഗസന്ദർശനമാണ്, 3 പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലാണ്, 4ാമത്തേത് മയ്യത്ത് സംസ്കരണവും മയ്യത്തിനെ പിൻപറ്റുന്നതും അനുഗമിക്കുന്നതുമാണ്. ഈ 4 കാര്യം ആരിൽ ഒരാളിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്നുണ്ടോ? ഇല്ലാതെ അവന് കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെയും തസ്നീമിന്റെയും സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം അല്ലാഹു നൽകുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരിക്കലും ആരുടെ ഹൃദയത്തിലും ഇന്നേ വരെ ചിന്തിക്കാൻ കഴിയാത്ത ഹൃദ്യമായ ആ സ്വർഗം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.